നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും പ്രശ്നം? ബ്രേക്കില്ലാണ്ട് നമ്മൾ എങ്ങനെ പോവുക? പിന്നെ ഈ കരിമ്പ് മെയിനാണ് ഇവിടെ ഏകദേശിക്ക് മെയിൻ സംഭവമാണ് കരിമ്പ്. പക്ഷെ നമുക്ക് തന്നൊരു പ്രശ്നമല്ല, എന്തായാലും അതിന്റെ അപ്പുറം നിറക്കാൻ നമ്മ കണ്ടിട്ടുള്ളതാണ്. ഇല്ല, ഞാൻ ഏകദേശിക്ക് വരാറുണ്ട് ഏതെങ്കിലും ഒരു ദിവസമായിട്ട്. അപ്പോ സർപ്രൈസ് ആയിട്ട് കണ്ടില്ലേ ഇവിടെ ജയിന്റ് വില്ല്, ഞാനും ജയിന്റ് വില്ലും തമ്മിലൊരു ബന്ധമുണ്ട്, അതെനിക്കറിയാം. ഞാൻ എൻ്റെ പിള്ളേരെന്ന പുതിയ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ സമയം ഏകദേശം എത്ര മണിയാടാ പൂസേ? 10 മണിയായി. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തല്ല കേട്ടോ, ഒരു 13 കിലോമീറ്റർ അപ്പുറത്ത് തൃപ്രയാർന്ന സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ഒരു ഏകാദശി അടക്കുന്നുണ്ട്. അപ്പൊ അതിന് പോവാന്ന് വിചാരിച്ച്. അപ്പൊ കുറച്ച് പിള്ളേരുള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും നമുക്ക് പോവാം, നമുക്കൊരു വീഡിയോ എടുക്കാം, വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നൊക്കെ ഉള്ള ഒരു പരിപാടിയിലാണ്. അപ്പൊ നമ്മുടെ ഒരു മെയിൻ ഫ്രണ്ട് ഉണ്ട്, അവനെ തേച്ചു ഗൈസ്. ചെക്കൻ വരാന്ന് പറഞ്ഞു പോയാണ്, ആവി പിടിച്ചിട്ട് വരാന്ന് പറഞ്ഞു പോയാണ്. ചെറിയ വയ്യായിണ്ടായിരുന്നു, പിന്നെ വിളിച്ച മൂടി പോച്ച് കിടക്കായിരുന്നു. അപ്പൊ നമ്മളുള്ള പിള്ളേരായിട്ട് ഇപ്പൊ പോവും. അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും പോണ വഴിക്കുള്ള കാഴ്ചകളെല്ലാം കാണാം. അപ്പൊ നമുക്ക് അവിടെ എത്തിയുള്ള വിശേഷങ്ങൾ കാണാട്ടാ. അപ്പൊ വരൂ ഗൈസ്. നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും പ്രശ്നം? ബ്രേക്കില്ലാണ്ട് നമ്മൾ എങ്ങനെ പോവുക? അല്ല, ബ്രേക്കല്ല, ബ്രേക്കിന്റെ പ്രശ്നമൊന്നുമില്ല, ബ്രേക്ക് ഫ്യൂലിന്റെ ചെറിയ പ്രശ്നം. പക്ഷെ നമ്മൾ ഈ കാർ എടുത്ത് പോവും, അല്ലെങ്കിൽ വേറെ കാറുണ്ട്, മറ്റേ കാർ എടുക്കണം. ഇപ്പൊ ഞങ്ങൾ കാറിൽ കയറി. ബാദുവാണ് ഡ്രൈവർ. ബാദു നമ്മളവിടെ എത്തിക്കും. സ്ഥലത്ത് ഇതേ ഫ്രണ്ടിൽ ഇട്ട് കണ്ടിരിക്കുന്നുണ്ട്. ബാദുവിനെ കാണിക്കണം. ബാദുവിനെ ഇപ്പൊ കാണിക്കാൻ പറ്റില്ല, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പോണതിന് വേണ്ടി ഒന്ന് പെട്രോൾ അടിക്കണം വണ്ടിയിൽ. നമ്മൾ പെരിഞ്ഞന 3 വഴിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു 13 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ അവിടേക്ക് എത്തിയിട്ട് അവിടെ ഏകദേശം ഇപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ നാളെയാണ് ശരിക്കും ഏകദേശി. പക്ഷേ ഇപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞാൽ കുറച്ച് ക്രൗഡ് കുറവുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. ക്രൗഡ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ക്രൗഡ് ഇല്ലാണ്ട് സമാധാനമായിട്ട് എടുക്കണതാണ് രസം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പമ്പ് എത്തിയിട്ടുണ്ട്. നമുക്ക് പെട്രോൾ അടിക്കണം. നമുക്ക് ഇവിടുന്ന് പതുക്കെ നീങ്ങാം. പെട്രോൾ അടിച്ചില്ലെങ്കിൽ നമ്മൾ വൈകിട്ട് നമ്മൾ ഏകദേശം എത്തിയിട്ട് അമ്പലത്തറയുണ്ട്. ഇനിയിപ്പോൾ നൈറ്റ് ഈ ടൈം ആയതുകൊണ്ട് തിരക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. വണ്ടിയൊക്കെ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നടക്കാം. പിന്നെ കുറച്ച് ദൂരം ഏകാദശിനി പ്രമാണിച്ച് വന്ന കടകളാണ് ഗൈസ്. ഇവിടെ എല്ലാ കൊല്ലം ഇതുപോലെ പൊരിക്കടയും പിന്നെ ഈ കരിമ്പ് മെയിനാണ് ഇവിടെ ഏകാദശിക്ക് മെയിൻ സംഭവമാണ് കരിമ്പ്. അപ്പൊ കരിമ്പ് കുറെ സ്ഥലത്ത് കാണാം അങ്ങനെ കരിമ്പ് വിൽക്കണതൊക്കെ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം നമുക്ക് കടകളിൽ. നമ്മളിപ്പോ കാർ പാർക്ക് ചെയ്തിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകാദശിയുടെ അവിടേക്ക്. കുറച്ച് ദൂരമുണ്ട് ഇവിടെ നിന്ന് അമ്പലത്തേക്ക്. അപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ എത്തിയിട്ട് കാണാതെ ഇവിടെ കടകളൊക്കെ വന്ന് കണ്ടു തുടങ്ങി. ഇതാ കാണിച്ചടാ. നടന്നോ നീ നടന്നോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ മെയിൻ ഫെസ്റ്റിവൽ ഏകദേശം വരുമ്പോ മെയിൻ ഇവിടെ കരിമ്പ് സംഭവമാണ് മെയിൻ. ഇവിടെ എല്ലാ കൊല്ലമായിട്ട് ഞാൻ കാണാറുണ്ട് കരിമ്പ് കാണിച്ചെടുത്ത്. ഇവിടുത്തെ മെയിൻ ഇത് സംഭവം ഉണ്ടാ കരിമ്പ് വിൽക്കണത്. എല്ലാ കടകളും കാണാം. വണ്ടിയൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. പക്ഷെ നമുക്ക് തന്നൊരു പ്രശ്നമില്ല, എന്തായാലും അതിൻ്റെ അപ്പുറം നിറക്കാൻ നമ്മ കണ്ടിട്ടുള്ളതാണ്. ഇത് അവിടെ കാർണിവൽ നടക്കുന്നുണ്ട്, കാണിച്ചു കൊടുത്തടാ. കാർണിവൽ ജയിന്റ് വില്ല്, ഞാനും ജയിന്റ് വില്ലും തമ്മിലൊരു ബന്ധമുണ്ട്, അതെനിക്കറിയാം. ലൈറ്റും കാര്യങ്ങളും ആംബിയൻസ്. നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ ഗോപുരം എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് നടക്കാം പതുക്കെ. അവിടെ എത്തി കഴിഞ്ഞാൽ നല്ല വൈബാണ്. ഞാനല്ല ഇന്നുണ്ട്, അവിടെ ഉണ്ടാ വന്നിണ്ടാ. ഞാൻ ജസ്റ്റ് ഇല്ലില്ല, ഞാൻ എല്ലാ കൊല്ലം പോരാറുണ്ട്. അപ്പൊ ജസ്റ്റ് ഈ പ്രാവശ്യം വരാൻ വെറുതെ വ്ളോഗ് എടുക്കാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ലേ. അല്ലല്ല, ഞാൻ ഏകദേശം വരാറുണ്ട് ഏതെങ്കിലും ഒരു ദിവസമായിട്ട്. അപ്പൊ സർപ്രൈസ് ആയിട്ട് കണ്ടില്ലേ ഇവിടെ. പോവാണോ?
അതെ അല്ലേ ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ. ഞാൻ കുറച്ച് തിരക്ക് കഴിഞ്ഞിട്ട് വരാൻ വെച്ചിട്ടേ. പ്രശസ്തമായ പഞ്ചാരിമേളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അമ്പലത്തിന്റെ ഉള്ളിൽ. എന്നാണ് തിരിച്ചടാ. അപ്പൊ നമുക്കിനി പതുക്കെ ഇവിടെ ഇങ്ങനെ നടക്കാം. ഇവിടെ എത്തിയപ്പോൾ കുറച്ച് തിരക്കൊക്കെ നല്ല കുറവുണ്ട്. അവിടെ നല്ല ക്രൗഡായിരുന്നു. അപ്പൊ നമുക്ക് കുറച്ചറിയാം ഇനി ഇവിടുത്തെ പരിപാടികളും കാഴ്ചകളൊക്കെ കാണാം. ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മൾ ആനച്ചമയത്തിന്റെ അവിടെ എത്തിൻ്റെ നോക്കി. അവിടെ നല്ല രസത്തിൽ ആനകളുടെ മറ്റേ ഒരുക്കാനുള്ള സാധനങ്ങളും. ഞാൻ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഹൈലൈറ്റ് സംഭവം കാണിച്ചു തരാം. ഇത് അങ്ങോട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ തേവര അണീച്ചൊരുക്കുള്ള തടമ്പും കാര്യങ്ങളും നെറ്റിപ്പൊട്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം ഓരോ ഉത്സവത്തിൻ്റെയും. എനിക്ക് തോന്നുന്ന നാളെ ഏകാദശിയുടെ പ്രമാണിച്ച് ഒരു ആനകളെ ഒരുക്കാനുള്ള നെറ്റിപ്പൊട്ടം എല്ലാ സംഭവങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഇതാക്കിയിട്ടുള്ള ആൾക്കാർക്ക് കാണുന്ന രീതി ആക്സബിൾ ആയിട്ട് ഇവിടെ വരെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ലൈറ്റ് ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകൾ കാണാട്ടാ. ഒരു ഫോളോവർ ചേച്ചി ഇടയിൽ വന്നിട്ട് അപ്പം സംസാരിച്ച്. അപ്പം നമ്മൾ കാമായിട്ടൊരു സ്ഥലത്തെത്തിൻ്റെ ഇത് അറിയാൻ നിങ്ങൾ എല്ലാ സിനിമയിലും എല്ലാത്തിലും കണ്ടിട്ടുണ്ടാവും. ഈ സ്പോട്ട് എവിടെയാണ്? നമ്മുടെ തൃപ്പറ അമ്പലത്തിൻ്റെ മെയിൻ പുഴ, മീനൂട്ടൊക്കെ നടക്കുന്ന സ്ഥലം. ഇന്നത്തെ വീഡിയോയും കാഴ്ചകളും എല്ലാവരും കണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ ഏകാദശി വൈബും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോയിൽ ഇതൊക്കെ ഒതുക്കിയിട്ടുണ്ട്. പരമാവധി നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ ഒതുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയൊരു തലവേദന, ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ വിചാരിച്ച്. അപ്പോൾ ഇത് തൃപ്രാരത്തെ ഒരു മെയിൻ സ്പോട്ട് ടീ കടയിൽ ഞങ്ങൾ എത്തിക്കണേ. എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജി അടിച്ചിട്ടുണ്ടെങ്കിൽ പറയണം. അപ്പോൾ നമ്മുടെ വീഡിയോ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അമക്കുക. പിന്നെ അടിപൊളി കാഴ്ചകളും ഇതിലും കിട്ടില്ല വിശേഷങ്ങളായിട്ട് ഞാൻ വരും ഉറപ്പായിട്ടും. അപ്പോൾ ബൈ.